ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2 kg ട്രഫിൾ കേക്കാണ് നമ്മളൊന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ അകത്ത് മാത്രം ട്രഫിൾ മതി, മേളിൽ നമുക്ക് വിപ്പിംഗ് ക്രീമും കൊണ്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫോട്ടോസ് എല്ലാവരും സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സെയിം അതുപോലെ നമ്മൾ ചെയ്യാൻ പോകുന്നതും. അപ്പോൾ 2 kg ട്രഫിൾ കേക്കിന് വേണ്ടിയിട്ട് നമുക്കാണെങ്കിൽ 500 ഗ്രാം ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതാണെങ്കിൽ ഞാൻ ഒത്തിരി ഡാർക്ക് നമ്മൾ കഴിക്കാൻ നിങ്ങൾക്ക് പതിയുള്ള കേക്ക് ഇഷ്ടമാണെങ്കിൽ ഡാർക്ക് കമ്പൗണ്ട് മാത്രം ആഡ് ചെയ്താൽ മതി. ഞാനാണെങ്കിൽ ഒരു ഇച്ചിരി സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയായിട്ട് 400 ഗ്രാം ഞാനാണെങ്കിൽ ഡാർക്ക് കമ്പൗണ്ടും 100 ഗ്രാം ഞാനാണെങ്കിൽ മിൽക്ക് കമ്പൗണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് 250 ഗ്രാം നമുക്കാണെങ്കിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പകരം വിപ്പിംഗ് ക്രീം ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് നമ്മൾ ട്രഫിൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തലേ ദിവസം തന്നെ ഓർഡർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് തന്നെ ചെയ്ത് വെക്കാം കേട്ടോ. ഓവർനൈറ്റേക്ക് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ ഇതുകൊണ്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇതാണെങ്കിൽ എനിക്ക് സമയം തീരെ ഇല്ലായിരുന്നു, പെട്ടെന്ന് വന്ന് ഓർഡർ ആയ കാരണം കൊണ്ട് ഞാനിതാണെങ്കിൽ 2 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിലും സെറ്റ് ആവാനായിട്ട് വെച്ചു. അപ്പോഴത്തേക്ക് ഇത് സെറ്റായി പാകത്തിനാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതാണെങ്കിൽ നമുക്ക് എന്താണെങ്കിൽ കേക്കിൻ്റെ വീഡിയോ അല്ല കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് വേറൊരു കാര്യമാണ് പറയുന്നത്. എൻ്റെ ഇത് കേക്ക് ആണെങ്കിൽ എങ്ങനെ എനിക്കിതിൻ്റെ ഓർഡർ കിട്ടിയതും ഇതിൻ്റെ പിന്നിലത്തെ സ്റ്റോറി എന്തോന്ന് അതാണ് ഞാൻ ഫുള്ളായിട്ടൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു, ഒരു മിലിറ്ററിക്കാരൻ്റെ ഫോണായിരുന്നു എനിക്ക് വന്നത്. അവർ പറഞ്ഞു ഞാൻ മിലിറ്ററിക്കാരാണ്, അപ്പോൾ ഞങ്ങളുടെ ഗുജറാത്ത് അഹമ്മദാബാദിൽ താമസിക്കുന്നത്. അപ്പോൾ അവരും പറഞ്ഞു ഞാനാണെങ്കിൽ ഗുജറാത്ത് സായിബാഗ് എന്ന് പറഞ്ഞ് അവിടുത്തെ മിലിറ്ററി ക്യാമ്പിൽ ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആ കേക്ക് വേണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഓർഡർ ചെയ്യണമെങ്കിൽ കൺഫേം ചെയ്യണമെങ്കിൽ ഹാഫ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മിലിറ്ററിക്കാരാണ്, ഞങ്ങളാണെങ്കിൽ നിങ്ങളുടെ പൈസ മൊത്തം ഫുള്ളായിട്ട് ഞങ്ങൾ തന്നിരിക്കും, അത് കാരണം കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഓർഡർ ബുക്കിംഗ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു ശരി മിലിറ്ററിക്കാരല്ലയോ, അത് കാരണം കൊണ്ട് അവരങ്ങനെ നമ്മൾ ഫ്രോഡൊന്നും ചെയ്യത്തില്ലല്ലോ അങ്ങനെ വിചാരിച്ചു. അത് കാരണം കൊണ്ട് നമ്മൾ റെഡിയാക്കി കൊടുത്തു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യല്ലേ, ഇതാണെങ്കിൽ ഫ്രോഡാണ്, നിൻ്റെ പൈസ എല്ലാം എടുക്കാനുള്ള പരിപാടി അവരുടെ. അപ്പം ഞാനത് കേട്ടില്ല. ഞാൻ വെച്ചാൽ അങ്ങനെയെങ്കിലും ആരെങ്കിലും നമുക്ക് ചെയ്യുമോ, അങ്ങനെ മനുഷ്യരെ വിശ്വസിക്കാൻ നമ്മൾ ശരിയല്ലല്ലോ അങ്ങനെ ചെയ്യുന്നത്. ഒരു മിലിറ്ററിക്കാരാകുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ കേക്കും റെഡിയാക്കി. പിന്നെ ആണെങ്കിൽ 20 പൈനാപ്പിൾ ഫ്ലേവറിൽ കപ്പ് കേക്കും വേണമായിരുന്നു. അപ്പോൾ അതും റെഡിയാക്കി വെച്ചു കേട്ടോ. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു പൈസ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരൊന്നും കോളും വന്നില്ല, ഫോണും വന്നില്ല, ഒന്നും വന്നില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വിളിച്ചപ്പോൾ 2 വട്ടം ബെല്ല് പോയില്ല, 3ാമത്തെ തൊട്ട് അവർ തിരിച്ചിങ്ങോട്ട് വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞാനിവിടെ നിന്ന് ഇറങ്ങുക, അപ്പോൾ അന്നേരം ഇപ്പോൾ ക്യാഷ് തരാൻ പറ്റത്തില്ല എനിക്ക്, ഞാനാണെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ ക്യാഷ് തരാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ എൻട്രി കാണിക്കണമെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ ബില്ല് പേ ചെയ്തതിൻ്റെ ബില്ല് വേണം, എന്തായാലും നമുക്ക് ഇവിടുന്ന് എൻട്രി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ മിലിറ്ററിക്കാർക്ക് ഫോൺ പേയും ഗൂഗിൾ പേ ചെയ്യാൻ അലൗഡ് ഇല്ല, ഞങ്ങളുടെ ആണെങ്കിൽ ഒരു കൂപ്പൺ കോഡുണ്ട്, ആ കോഡ് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം, നിങ്ങളതാണെങ്കിൽ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ എന്നാലും ഞാനാണെങ്കിൽ നിങ്ങളുടെ പൈസ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ ആട്ടെ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഒരു സാർ അവിടെ വിളിക്കും നിങ്ങളെ, അപ്പോൾ നിങ്ങളത് ഫോൺ എടുത്തിട്ട് അവരെന്തോ പറയുന്നത് വെച്ചാൽ അതുപോലെ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഞാൻ അതുപോലെ തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആണെങ്കിൽ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു കൂപ്പൺ കോഡ് ഇട്ട് തരാം, നിങ്ങളത് ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഒന്ന് അമർത്തിയാൽ മതി, അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടുന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വാട്സപ്പിൽ അവർ പറഞ്ഞു നോക്ക് ഞാൻ ഇട്ട് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നോക്കിയപ്പം അതാണെങ്കിൽ QR കോഡായിരുന്നു അവർ ഇട്ട് തന്നിരുന്നത്. അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്തില്ല. അപ്പോൾ അന്നേരം തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് സംസാരിച്ചു, അവരങ്ങനെയൊക്കെ ഇട്ടത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അത് ഓപ്പൺ ചെയ്യല്ലേ, അതാണെങ്കിൽ ഫ്രോഡാണ്, അത് നീ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിൻ്റെ അക്കൗണ്ടിൽ എത്ര കാശ് ഉണ്ടെന്ന് വെച്ചാൽ അത് മുഴുവൻ അവരുടെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആവുമെന്ന്. അപ്പോൾ ഞാനതാണെങ്കിൽ ചെയ്തില്ല. ഞാനാണെങ്കിൽ ഇവരങ്ങനത്തെ രീതിയിൽ സംസാരിച്ചേക്കാൻ നമ്മൾ അവരുടെ സംസാരത്തിൽ അതിനകത്ത് അത്രയും ഞാൻ വീണുപോയി. ഇന്നേ വരെ ഒരു കസ്റ്റമറും പോലും എനിക്കാണെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞാൽ മതി എനിക്കാണെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനായിട്ട് പൈസ ഇടണമെന്ന് ഹാഫ് പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉടനെ അവർ ഇട്ട് തരും കേട്ടോ. പക്ഷേ ഇതിൽ ഞാൻ എങ്ങനെ വീണുപോയെന്ന് എനിക്കെന്നെ അറിയത്തില്ല. അവരുടെ സംസാരത്തിൽ ഞാൻ അതുപോലെ അങ്ങനെ വീണു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഓഫീസിൽ ഇരുന്നിട്ടാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അവർ ഫ്രോഡാ, നീ അതിൽ വീഴല്ലേന്ന്. ദൈവത്തിൻ്റെ അനുഗ്രഹവും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതിൻ്റെ ഇതുകൊണ്ട് മാത്രം ഞാൻ ഇത് രക്ഷപ്പെട്ടെ. ഫ്രണ്ട്സ് ഇതുപോലെ നിങ്ങളാരും ഇതുപോലൊരു ഫ്രോഡാൻ്റെ ഇതിലായിട്ട് പോയി വീഴല്. ഇപ്പോൾ നമ്മൾ തന്നെയല്ല, ഇങ്ങനെ ഒത്തിരി പേരെ അവർ ചീറ്റ് ചെയ്യുന്നുണ്ട്, അവരൊത്തിരി പേരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതിനകത്താണെങ്കിൽ നമുക്ക് ഓർഡർ ബുക്ക് ചെയ്താൽ അപ്പോൾ ഒരു പെണ്ണിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ ഒത്തിരി നഷ്ടമായല്ലോ, നിങ്ങൾ കേക്കും മേടിച്ചില്ല, എൻ്റെ കേക്ക് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞു തരുമോ. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ പറഞ്ഞ കൂട്ട് നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ആരുടെങ്കിലും ആണെങ്കിലും
ഫോൺ പേ നമ്പർ അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പർ എനിക്ക് തന്നാൽ മതി, ഞാൻ അവരുടെ അക്കൗണ്ടിൽ ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്ത് തരാമെന്ന്. ഞാൻ പറഞ്ഞു അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ആരും എനിക്ക് വേണ്ടിയായിട്ട് എന്തിനാ അവരുടെ നമ്പർ ഫോൺ പേ നമ്പർ തരുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ അവർ പറഞ്ഞത് ശരി, നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ നമ്പർ കൊടുക്കുക, ഞാൻ സംസാരിക്കട്ടെ അവരുമായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നിങ്ങൾ അവരെ ഒന്ന് വിളിച്ച് നോക്കും, സംസാരിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഹസ്ബൻഡ് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു എന്തോ എനിക്കാണെങ്കിൽ അവർ പുറത്തോട്ട് ഇറങ്ങാൻ തരത്തില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് വന്ന് ഡെലിവറി ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഒത്തിരി ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും അങ്ങനെ ഇങ്ങനെ വൃത്തികെട്ട ഭാഷയിൽ സംസാരിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ അവർ ഫോണും കട്ട് ചെയ്തു കേട്ടോ. അപ്പം ഇതുപോലെ ഒരു ഫ്രോഡായിരുന്നു അത്. അപ്പോൾ ഈ ലാസ്റ്റ് ഞാനാണെങ്കിൽ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരാളുടെ അടുത്ത് തന്നെ ഇങ്ങനെ ഒത്തിരി പേരും ഒക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് അയാളുടെ ഫോട്ടോ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ, അതൊന്ന് കണ്ടു നോക്കണം. പക്ഷേ അങ്ങേര് മിലിറ്ററിക്കാരൻ തന്നെയാണ്, പക്ഷേ അങ്ങേരുടെ ആരാണ്ട് യൂസ് ചെയ്യുമോ അത് അങ്ങേർക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പറ്റുന്ന അത്രയും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ നല്ല